പാതിവില തട്ടിപ്പ് കേസിൽ ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ രാധാകൃഷ്ണൻ കൊച്ചിയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനെത്തി. എന്നാൽ മാധ്യമങ്ങളെ കണ്ടതോടെ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ മടങ്ങുകയും ചെയ്തു എന്നതാണ് ബിനിൽ അവിടെ നിന്ന് നൽകുന്ന വിവരം. ബിനിൽ, എന്താണ് സംഭവിച്ചത്? എന്താണ് അദ്ദേഹത്തിന് പറ്റിയത്? ചോദ്യം ചെയ്യലിന് വേണ്ടി എത്തിയതല്ലേ? രതീഷ്, ഇന്ന് രാവിലെ 11 മണിക്ക് തൃപ്പൂണിത്തുറയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാനായിരുന്നു ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ രാധാകൃഷ്ണനോട് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരുന്നത്. പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള അദ്ദേഹം നേതൃത്വം നൽകുന്ന സയൻസ് സൊസൈറ്റിയുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് അദ്ദേഹത്തെ വിളിപ്പിച്ചത്. പക്ഷേ അദ്ദേഹം ഒരു 10 മിനിറ്റ് മുമ്പ് അദ്ദേഹത്തിന്റെ വാഹനം ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ വരെ എത്തി. അപ്പോൾ അകത്ത് മാധ്യമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ക്രൈംബ്രാഞ്ച് IG A അക്ബർ ഇങ്ങോട്ടേക്ക് എത്തിയത്. ആ സമയത്ത് മാധ്യമങ്ങളെല്ലാം അക്ബർ അകത്തേക്ക് കയറി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ തൊട്ടു പുറകെ എൻ രാധാകൃഷ്ണൻ വാഹനത്തിൽ എത്തുകയായിരുന്നു. പക്ഷേ മാധ്യമങ്ങളെ കണ്ട് പിന്നാലെ അദ്ദേഹം ഇവിടെ നിന്ന് റിവേഴ്സ് എടുത്ത് വീണ്ടും മറ്റൊരു ദിശയിലേക്ക് പോവുകയാണ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഇനി ഹാജരാകാൻ എത്തുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. എന്തായാലും 11 മണിയോടുകൂടി ഹാജരാകാനാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നത്. കൃത്യസമയത്ത് തന്നെ അദ്ദേഹം ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിന്റെ മുന്നിൽ എത്തിയിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. രാഷ്ട്രീയമായി എൻ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയ തിരിച്ചടി നൽകിയ ഒരു സംഭവമാണ് ഈ പാതിവില തട്ടിപ്പുമായി നേരത്തെ കെ ടി ജലീൽ കൊച്ചുവെളുപ്പാങ്കാലത്ത് ചോദ്യം ചെയ്യലിനായി മാധ്യമങ്ങളെ ഒളിച്ചു കയറിപ്പോയി എന്ന ആക്ഷേപം ബി.ജെ.പി. നേതാക്കൾ ഉൾപ്പെടെ ഉന്നയിച്ചതാണ്. അതിന്റെ ആ ആക്ഷേപത്തിന്റെ അലയൊലിയൊന്നും തീർന്നിട്ടില്ല. അതിനിടയിലാണ് എൻ രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ട് മടങ്ങിപ്പോകുന്നത്. ഒരു വല്ലാത്ത വൈരുദ്ധ്യമുണ്ടോ? തീർച്ചയായും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി രാഷ്ട്രീയമായി ഉണ്ടാക്കിയ ഒരു കേസ് കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളിൽ നിന്ന് മുഖം കൊടുക്കാതെ അദ്ദേഹം മടങ്ങിയെന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാഹനത്തിലല്ല അദ്ദേഹം ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിയത്. അദ്ദേഹം സാധാരണ ഉപയോഗിക്കുന്നത് ഇന്നോവ ക്രിസ്റ്റ വാഹനമാണ്. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയത് ഒരു കിയ കാരൻസ് വാഹനത്തിലായിരുന്നു. അതിൻ്റെ ഫ്രണ്ട് സീറ്റിൽ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഗേറ്റ് വരെ എത്തി അതിനുശേഷം റിവേഴ്സ് എടുത്ത് തൃപ്പൂണിത്തുറ നഗരഭാഗത്തേക്ക് അദ്ദേഹം മടങ്ങുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും തീർച്ചയില്ല. എന്തായാലും എൻ രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്ന കാര്യം തീർച്ചയാണ്. കാരണം ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട സയൻസ് സൊസൈറ്റിയുടെ അതിലുള്ള പങ്കാളിത്തം, അതിൽ നിരവധി പേരിൽ നിന്ന് സയൻസ് സൊസൈറ്റി ഈ സ്കൂട്ടർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത പണം വാങ്ങിയിരുന്നു. കോടിക്കണക്കിന് രൂപ സമാഹരിച്ചിട്ടുണ്ട്. ഇതിൽ ഒരുപാട് പേർക്ക് അദ്ദേഹം പണം മടക്കി നൽകിയിട്ടുണ്ട്. പരാതികൾ വരുമ്പോൾ ആ പരാതിക്കാർക്ക് പണം തിരിച്ചു നൽകി ആ കേസ് ഒഴിവാക്കിയാണ് എൻ രാധാകൃഷ്ണൻ അദ്ദേഹത്തോട് ബന്ധപ്പെട്ടവരൊക്കെ തന്നെ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ നിർണായകമായ ഒരു നീക്കം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് വന്നു. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. അദ്ദേഹം ഇന്ന് ഹാജരാകാനായിട്ട് ഈ ഗേറ്റ് വരെ എത്തിയ ശേഷം മടങ്ങിപ്പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അത് മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെ അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു തവണ ഒരു പ്രതികരണം നടത്തിയിരുന്നു. വിശദമായ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അന്ന് ഇതിൽ തനിക്കൊരു പങ്കുമില്ല, തന്റെ സൊസൈറ്റിക്കും പങ്കില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്നാൽ പിന്നീട് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട കാര്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും ഒരു പ്രതികരണം. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എന്താണ് പറയുന്നത്? അവിടെ ഒരു ദിവസം എത്താൻ പറയുന്നു, ഇദ്ദേഹം അവിടെ എത്തുന്നു. പക്ഷെ അങ്ങനെ എത്താതെ മടങ്ങുകയാണെങ്കിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഇനി എന്ത് ചെയ്യും? അവിടെ നിന്ന് എത്ര മണിക്കാണ് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നത്? ഈ ഓഫീസിൽ തന്നെയല്ലേ? അപ്പോൾ അദ്ദേഹം വന്നല്ലേ പറ്റൂ. തീർച്ചയായും അദ്ദേഹം ഈ നോട്ടീസ് പ്രകാരം വന്നേ പറ്റൂ. 11 മണിക്ക് ഹാജരാകാനായിരുന്നു നോട്ടീസ് നൽകിയിരുന്നത്. 10:55 തന്നെ എൻ രാധാകൃഷ്ണൻ വാഹനത്തിൽ ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിന്റെ ഗേറ്റ് വരെ എത്തിയതാണ്. അവിടെ നിന്നാണ് അദ്ദേഹം മടങ്ങിപ്പോയിരിക്കുന്നത്. ഇനി അദ്ദേഹം തിരിച്ചു വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ അദ്ദേഹത്തിനോട് ആശയവിനിമയം നടത്തിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ 11 മണിക്ക് ഹാജരാകാൻ പറഞ്ഞിരിക്കുന്ന ഒരാൾ അദ്ദേഹം ഹാജരാകാൻ കഴിയില്ലെങ്കിൽ സ്വാഭാവികമായും അത് ക്രൈംബ്രാഞ്ചിനെ അറിയിക്കേണ്ടതാണ്. ഇതുവരെ അത് സംബന്ധിച്ച ഒരു അറിയിപ്പും നൽകിയിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എൻ രാധാകൃഷ്ണൻ ഇനി തിരിച്ചു വരുമോ എന്നത് നോക്കി തന്നെയാണ് നമ്മൾ അടക്കം ഇവിടെ കാത്തു നിൽക്കുന്നത്. എന്തായാലും ഇന്ന് ഇവിടെ ഹാജരാകാൻ എത്തിയില്ലെങ്കിൽ മറ്റൊരു നോട്ടീസ് നൽകുകയും ചെയ്യും ക്രൈംബ്രാഞ്ച്. എന്തായാലും നോട്ടീസ് നൽകി തന്നെയാണ് അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്.